ലോകത്തെ വൻ ശക്തിയായ ചൈന കഴിഞ്ഞ 10 വർഷമായി ഏകദേശം $100 ബില്യൺ അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 8 ലക്ഷം കോടി രൂപ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടി വാരിയെറിഞ്ഞു. എന്നിട്ടും അവർക്കത് കിട്ടിയില്ല. ചാരപ്പണി നടത്തി, കമ്പനികളെ വിലയ്ക്ക് വാങ്ങാനായി നോക്കി, സൈബർ ആക്രമണങ്ങൾ നടത്തി. പക്ഷേ അവർ അതെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ ഇവിടെയാണ് മാജിക് സംഭവിക്കുന്നത്. ചൈന പരാജയപ്പെട്ടിടത്ത് നമ്മുടെ ഭാരതം ജയിച്ചു കയറുകയാണ്. യാതൊരു കള്ളത്തരവും ഇല്ലാതെ രാജകീയമായി ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്ന് മെനഞ്ഞെടുത്ത ആ മാസ്റ്റർ പ്ലാനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. യാതൊരു മാപ്രകളും പുറത്തുവിടാത്ത ഈ വിവരം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. നെതർലാൻഡ്സിലെ ആ നിഗൂഢ കമ്പനി ചൈനയെ തടഞ്ഞ് ഇന്ത്യയെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറും ഒരു ബിസിനസ് കരാറിനെ കുറിച്ചല്ല, മറിച്ച് വരും നൂറ്റാണ്ടിൽ ലോകം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ASML ടാറ്റ ഡീലിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ചന്ദ്രയാനേക്കാൾ വലിയൊരു വിജയമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ? അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം നിങ്ങൾ അറിയാത്ത പല രഹസ്യങ്ങളും ഇതിലുണ്ട്. എന്താണ് ഈ ASML? ലോകം ഇതിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ വിഷയം വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ASML എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തെ വമ്പൻ കമ്പനികൾ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. നെതർലാൻഡ്സിലെ ഒരു ചെറിയ നഗരത്തിൽ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് ASML. പക്ഷേ ഇവർ ലോകത്തിലെ സാധാരണ കമ്പനിയൊന്നുമല്ല. ലോകത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ചിപ്പുകൾ നിർമ്മിക്കണമെങ്കിൽ EUV അഥവാ എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലിത്തോഗ്രഫി എന്ന മെഷീൻ വേണം. ഈ മെഷീൻ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏക കമ്പനി, ഒരേ ഒരു കമ്പനി ASML ആണ്. 100% മൊണോപ്പൊളി. ഇതിനൊരു എതിരാളി ഭൂമിയിലില്ല. ഒരു EUV മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതിൽ 1 ലക്ഷത്തിലധികം പാർട്സുകളുണ്ട്. പിന്നെ ഇതൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ 3 ബോയിങ് 747 വിമാനങ്ങൾ വേണം. ഇതിൻ്റെ വില മാത്രം ഏകദേശം 1500 കോടി രൂപയിലും അധികമാണ്. ഇത്രയും സങ്കീർണമായൊരു മെഷീൻ ഇല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഐഫോണിലെ ചിപ്പോ എൻവിഡിയയുടെ AI പ്രോസസ്സറുകളോ ആധുനിക മിസൈലുകളോ ഒന്നും നിർമ്മിക്കാൻ സാധിക്കില്ല. ചൈന ഇവിടെയാണ് പരാജയപ്പെട്ടത്. അവർക്ക് ഈ മെഷീൻ കിട്ടാതിരിക്കാൻ അമേരിക്ക വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. കാരണം ഈ മെഷീൻ കിട്ടിയാൽ ചൈന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മെയ്ഡ് ഇൻ ചൈന 2025. ഇതിനു വേണ്ടി അവർ കണ്ടുപിടിച്ച മാർഗം മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ മോഷ്ടിക്കുക എന്നതായിരുന്നു. ASMLലെ ജീവനക്കാരെ സ്വാധീനിച്ചും ഡാറ്റകൾ മോഷ്ടിച്ചും അവർ മുന്നേറാൻ ഇഷ്ടം പോലെ നോക്കി. പക്ഷേ അമേരിക്കയും നെതർലാൻഡ്സും ചേർന്ന് ചൈനയ്ക്ക് പൂട്ടിട്ടു എന്ന് തന്നെ പറയാം. ചൈനയിലേക്ക് ഇത്തരം മെഷീനുകൾ കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചു. ഇതോടെ ചൈനയുടെ ചിപ്പ് നിർമ്മാണ മേഖല സ്തംഭിച്ചു. ഇതേ സമയത്താണ് ഭാരതം കരുക്കൾ നീക്കിയത്. പ്രധാനമന്ത്രി മോദിയുടെ വിദേശയാത്രകൾ പലരും കളിയാക്കുമ്പോൾ അദ്ദേഹം അവിടെ നിർമ്മിച്ചെടുത്ത ബന്ധങ്ങളാണ് ഇന്ന് നമുക്ക് ഗുണകരമാകുന്നത്. ലോകം ഇത്രയും വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ നിവർന്നു നിൽക്കുന്നതിന് പിന്നിൽ അദ്ദേഹം ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് കാരണം. ഇനി ഈ വിഷയത്തിലേക്ക് തിരികെ വരാം. നെതർലാൻഡ് സന്ദർശന വേളയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ലളിതമായിരുന്നു. ലോകത്തിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു പങ്കാളിയെ വേണം. അത് നമ്മുടെ ഇന്ത്യയാണ്. അജിത് ഡോവൽ എന്ന ബുദ്ധിരാക്ഷസൻ ഇതിൻ്റെ സുരക്ഷാ വശങ്ങൾ കൈകാര്യം ചെയ്തു. ചൈനയെ പോലെ ഞങ്ങൾ സാങ്കേതിക വിദ്യ മോഷ്ടിക്കില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, മറിച്ച് ലോകത്തിന് വേണ്ടി അതിവിടെ വികസിപ്പിക്കുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകി. ഈ വിശ്വാസമാണ് ASMLനെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ഈ യുദ്ധത്തിലെ ഭാരതത്തിൻ്റെ വജ്രായുധമാണ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഇലക്ട്രോണിക്സ് ഈ ആഴ്ച ഒപ്പിട്ട കരാർ ചരിത്രപരമാണ്. ഗുജറാത്തിലെ ധൊലേരയിൽ വരാൻ പോകുന്ന പ്ലാന്റ് വെറുമൊരു അസംബ്ലി യൂണിറ്റ് അല്ല, ഇതൊരു സെമി കണ്ടക്ടർ ഫാബാണ്. അതായത് $11 ബില്യൺ നിക്ഷേപം, അതായത് 91,000 കോടി രൂപ. തായ്വാനിലെ TSMC എന്ന കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലോകത്തെ 90% ചിപ്പുകൾ ഉണ്ടാകുന്നത് അവരാണ്. ധൊലേരയിലെ ടാറ്റ പ്ലാന്റ് ആ നിലവാരത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. ഇവിടെയാണ് സസ്പെൻസ്. ASML ഇന്ത്യയിലെ ടാറ്റ പ്ലാന്റിന് ആവശ്യമായ ട്രെയിനിങ്ങും സാങ്കേതിക സഹായവും നൽകും. ഇതിൻ്റെ അർത്ഥം ചൈന 8 ലക്ഷം കോടി രൂപ മുടക്കിയിട്ടും കിട്ടാത്ത അറിവ് ഇന്ത്യക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഔദ്യോഗികമായി ലഭിക്കുന്നു എന്നതാണ്. എന്തിനാണ് നമ്മൾ ചിപ്പുകളെ കുറിച്ച് ഇത്രയധികം വേവലാതിപ്പെടുന്നത്? കാരണം ഇന്നത്തെ യുദ്ധം നടക്കുന്നത് അതിർത്തിയിലൊന്നും അല്ല, സെർവറുകളിലാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊന്ന് നോക്കൂ.
തേജസ് MK-1A ഇതിൻ്റെ ഉള്ളിലെ പ്രോസസ്സറുകൾക്ക് ചിപ്പുകൾ വേണം. ബ്രഹ്മോസ് മിസൈൽ ലക്ഷ്യം കൃത്യമായി കാണാൻ ചിപ്പുകൾ വേണം. S-400 മിസൈൽ ഡിഫൻസ് സിസ്റ്റം റഷ്യൻ സാങ്കേതികവിദ്യയൊക്കെ ആണെങ്കിലും ഇതിലും ചിപ്പുകൾ നിർണായകമാണ്. ചിപ്പുകളില്ലാതെ ലോകം ഇനി മുന്നോട്ട് പോകില്ല. അതുവരെ എത്തിയ കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ചിപ്പുകൾക്കായി തായ്വാനെയോ ചൈനയോ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. ഒരു യുദ്ധം ഉണ്ടായാൽ അവർ ചിപ്പുകൾ തരില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആയുധങ്ങൾ വെറും ഇരുമ്പ് കഷ്ണങ്ങളാകും, അനങ്ങില്ല. അപ്പോൾ ഇതിനെയാണ് ചിപ്പ് ഉപരോധം എന്ന് വിളിക്കുന്നത്. എന്നാൽ ധൊലേര പ്ലാന്റ് വരുന്നതോടെ ഇന്ത്യ സ്വന്തം ചിപ്പുകൾ നിർമ്മിക്കും. ആത്മനിർഭർ ഭാരത് എന്ന വാക്കിന് ഇതിലും വലിയൊരു അർത്ഥം ഇനി നൽകാനുണ്ടോ? ഇല്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അപ്പോൾ ഈ ഡീല് വഴി എത്ര പേർക്ക് ജോലി കിട്ടും എന്നറിയോ? നേരിട്ടും അല്ലാതെയും ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കും. ഇന്ത്യ ഇനി വെറും ഒരു സോഫ്റ്റ്വെയർ രാജ്യമല്ല, മറിച്ച് ഒരു ഹാർഡ്വെയർ സൂപ്പർ പവറായി മാറും. സെമി കണ്ടക്ടർ രംഗത്ത് ഇന്ത്യയുടെ ഈ ഒരു കുതിപ്പ് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രഹരം തന്നെയാണ്. ഏഷ്യയിൽ ചൈനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊരു ശക്തിയില്ല. അപ്പോൾ അവരുടെ ഈ ഒരു അഹങ്കാരത്തിനേറ്റ തിരിച്ചടി തന്നെയാണിത്. അമേരിക്കയും യൂറോപ്പും ഇന്ന് ഇന്ത്യയെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും ബാക്കിപത്രമാണ് ഇപ്പോൾ കണ്ടത്. ഐഫോൺ നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റിയതും ഇപ്പോൾ ASML ടാറ്റ ഡീൽ വന്നതും ഇതിൻ്റെ തെളിവാണ്. അപ്പോൾ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. 2014 മുമ്പുള്ള ഇന്ത്യ അല്ല ഇത് പുതിയ ഇന്ത്യയാണ്. ചൈന തൊട്ടിടത്ത് ജയിച്ചു കാണിക്കുന്ന ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അജിത് ഡോവലിൻ്റെയും ഒക്കെ തന്ത്രപരമായ നീക്കങ്ങൾ ഭാരതത്തെ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെറും ഒരു വാർത്താ വിശകലനമല്ല. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വലിയൊരു അറിവ് പകർന്നു തന്നതാണ്, അഭിമാനിക്കാനുള്ള ഒരു അറിവ്. മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിൻ്റെ വ്യക്തമായ സൂചനയാണ്. ചൈന പരാജയപ്പെട്ട ഇടത്താണ് ഭാരതം ജയിച്ചു എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വാർത്തയല്ലല്ലോ. ലോകം മുഴുവൻ ഒരു കാലത്ത് തള്ളിക്കളഞ്ഞ വെറും ഒരു വികസ്വര രാജ്യം, പുച്ഛിച്ച് തള്ളിയൊരു രാജ്യം, അങ്ങനെ കണ്ടിരുന്ന ഭാരതം ഇന്ന് ആഗോള സാങ്കേതിക വിദ്യയുടെ സ്ഥിരാകേന്ദ്രമായി മാറുകയാണ്. നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ അചഞ്ചലമായ ഇച്ഛാശക്തിയും അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങളും ചേർന്ന് ഭാരതത്തിന് ചുറ്റും തീർത്ത സുരക്ഷാ കവചമാണിത്. ഇതിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് കേവലം ഒരു മെഷീനല്ല, ചിപ്പല്ല, മറിച്ച് നമ്മുടെ ഭാവി, നമ്മുടെ വരും തലമുറയുടെ ഭാവിയാണ്. ഇനി നമ്മുടെ കുട്ടികൾക്ക് ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്കൊന്നും അലയേണ്ടി വരില്ല. ലോകത്തെ ഏറ്റവും വലിയ ടെക് കമ്പനികൾ ഭാരതത്തിലേക്ക് ഒഴുകിയെത്തും. ഗുജറാത്തിലെ ധൊലേരയിൽ ഉയരുന്ന ആ ഒരു പ്ലാന്റ് ആധുനിക ഭാരതത്തിന്റെ ദേവാലയമായി മാറും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തെ വൻ ശക്തികൾ പോലും ഭയക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, ചൈനീസ് ചാരന്മാർക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രഹസ്യം ഇന്ന് ടാറ്റയുടെ കരങ്ങളിലൂടെ നമ്മുടെ മണ്ണിൽ വിരിയുമ്പോൾ അത് ഓരോ ഭാരതീയൻ്റെയും നെഞ്ച് വിരിക്കേണ്ട നിമിഷമാണ്. അപ്പോൾ ഒരു ലോകശക്തി എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം നമ്മൾ പകുതിയിലധികവും പിന്നിട്ട് കഴിഞ്ഞു. ഇത് രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും അഭിമാനത്തിൻ്റെയും പോരാട്ടമാണ്. ആത്മനിർഭർ ഭാരതം എന്നത് വെറും ഒരു മുദ്രാവാക്യമാണെന്ന് മോദി ഒരു ഒറ്റ നീക്കത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അറിയണം, നമ്മൾ ജീവിക്കുന്നത് ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലൂടെയാണെന്ന്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സൈന്യം അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ അവർക്ക് കരുത്തേകാൻ നമ്മുടെ മണ്ണിൽ തന്നെ നിർമ്മിച്ച അത്യാധുനിക ചിപ്പുകൾ ഇനി ലഭ്യമാകും. ഒരു രാജ്യത്തിനും ഇനി ഭാരതത്തെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.